Good morning. Let's discuss today about nuclear reactors. So first of all, its definition and classification. So you know what is nuclear reactor and what is nuclear reaction, etc. You have already studied in your high school classes. So a nuclear reactor can be defined as an apparatus in which nuclear fission is produced in the form of controlled self-sustaining chain reaction. In other words, it is a controlled chain reacting system supplying nuclear energy. It may be looked upon as a sort of nuclear furnace which burns fuels like uranium-35, radium-233 or plutonium-239 and in turn produces many useful products like heat, neutrons and radios isotopes. അതായത് ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്താണെന്ന് എനിക്കറിയാം. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റ് ന്യൂക്ലിയർ കൂടിച്ചേരുന്നതിനെയാണ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് സണ്ണിലൊക്കെ നടക്കുന്ന ഹൈഡ്രജൻ ഫ്യൂഷനെല്ലാം ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ഉണ്ടാകുന്ന പ്രോസസ്സുള്ള ഫ്യൂഷൻ എക്സാമ്പിളാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ എ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻ ടു ടു ലൈറ്റർ ന്യൂക്ലിയസ് ആൻഡ് അലോങ് വിത്ത് that it produces a huge amount of energy. Such reactions are known as nuclear fission processes. Okay, അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസ്, അതായത് ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻസ് ഒരു കൺട്രോൾഡ് മാനറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫർണസിനെയാണ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് എന്ന് വെച്ചാൽ അത്തരമൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. കൺട്രോൾഡ് എന്ന് പറയാൻ കാരണം ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് പിന്നെയും ന്യൂക്ലിയസ് ഉണ്ടാകും, പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് പിന്നെയും ന്യൂക്ലിയസ്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ ഒരു ചെയിൻ പ്രോസസ്സായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകാം. അപ്പോൾ അത് കൺട്രോൾഡ് മാനറിലല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഹെവി എക്സ്പ്ലോഡഡ് ലെവലിലാണത് എൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾഡ് മാനറിലാണ് ഈ റിയാക്ഷൻസ് ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്നത്. അല്ലെങ്കിൽ കൺട്രോൾഡ് മാനറിൽ നടത്തുന്ന ഇത്തരം മെക്കാനിസത്തെയാണ് നമ്മൾ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. മെക്കാനിസം ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ. മോസ്റ്റ് ഓഫ് ദ എനർജി ഈസ് ഇമ്പാർട്ടഡ് ടു ദ ടു fission fragments into which the nucleus divides, causing them to move at high speed. However, because they have taken birth in dense mass of metal, they are rapidly slowed down and brought to rest by colliding with other atoms of the metal. In so doing, their energy is converted into heat in much the same way as energy given up by slowing motor can be converted into heat in the brake lining. In this way, the mass of uranium metal gets heated up. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഹെവി മാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എനർജി അത് വെരി ഹൈ സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിന് എന്തുണ്ടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും. എന്ന് വെച്ചാൽ വെരി ഹൈ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓർ ഹീറ്റ് എനർജി ഈസ് എ ഫോം ഓഫ് കൈനറ്റിക് എനർജി. അപ്പം ഈ എനർജി പക്ഷേ അത് സ്ലോ ഡൗൺ ചെയ്യും. എങ്ങനെയാണത് സ്ലോ ഡൗൺ ചെയ്യുന്നത്? ബൈ കൊളൈഡിങ് വിത്ത് അതർ ആറ്റംസ് ഇൻ ദ മെറ്റൽ. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് നമ്മൾ പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫാക്ടർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അക്കോർഡിംഗ് ടു ചെയിൻ റിയാക്ടിങ് സിസ്റ്റം, അതായത് അതിൻ്റെ ചെയിൻ റിയാക്ഷൻ ഏത് തരത്തിലാണ് നടക്കുന്നത് അത്, പിന്നെ അതിൻ്റെ യൂസ്, പിന്നെ കൂളൻസ്, വാട്ട് ടൈപ്പ് ഓഫ് കൂളൻസ് ദേ ആർ യൂസിങ് and what type of fuel material they are using. So according to these factors or depending on these factors, the nuclear reactors are classified. Okay, so the first one is neutron energies at which the fission occurs.
അതായത് ഏത് ന്യൂട്രോൺ എനർജിയിലാണ് ഈ ഫിഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഫാസ്റ്റ് റിയാക്ടേഴ്സ്, ഇൻ്റർമീഡിയറ്റ് റിയാക്ടേഴ്സ് ആൻഡ് സ്ലോ റിയാക്ടേഴ്സ്. സോ ഫാസ്റ്റ് റിയാക്ടേഴ്സ് മീൻസ് ഫാസ്റ്റ് ഫിഷൻ ഈസ് കോസ്ഡ് ബൈ ഹൈ എനർജി ന്യൂട്രോൺസ്. അപ്പോൾ ഫാസ്റ്റ് റിയാക്ടേഴ്സിൽ വെരി ഹൈ എനർജിയുള്ള ന്യൂട്രോൺസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫിഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് റിയാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ ഇതെന്നെല്ലാം വ്യക്തമാവും. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് എനർജിയുള്ള ന്യൂട്രോൺസാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രോസസ്സ് ഇൻ്റർമീഡിയറ്റ് സ്പീഡിലായിരിക്കും ഫിഷൻ പ്രോസസ്സ് നടക്കുക. ഇനി സ്ലോ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ എനർജി ന്യൂട്രോൺസാണ് യൂസ് ചെയ്യുക, ഓർ തെർമൽ ന്യൂട്രോൺസ്. അപ്പോൾ അതിനകത്ത് സ്ലോ ആയിട്ടായിരിക്കും ഇത് നടക്കുന്നത്, ഫിഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ അങ്ങനെ ന്യൂട്രോൺ എനർജീസ് ഏത് ന്യൂട്രോൺ എനർജിയിലാണോ ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ മൂന്നായിട്ട് സ്ലോ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫാസ്റ്റ് റിയാക്ടേഴ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫാസ്റ്റ് റിയാക്ടേഴ്സിൽ the high velocity neutrons produced by fission are utilized directly to cause fission of the fuel in the reactor. The velocity of the neutrons is not produced deliberately. അപ്പോൾ നമ്മൾ ഒരു ഫാസ്റ്റ് റിയാക്ടേഴ്സാണ്. അപ്പോൾ ഫിഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഹൈ വെലോസിറ്റി ന്യൂട്രോൺസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ് അടുത്ത ആറ്റത്തിനെ ഫിഷൻ പ്രോസസ്സിന് അത് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് നമ്മൾ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി സ്ലോ ഡൗൺ ചെയ്യാനായിട്ടുള്ള മെത്തേഡൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ പ്രോസസ്സ് എപ്പോഴും ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഫാസ്റ്റ് റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. If in a reactor the fission process is maintained due to the slow neutrons capture, the reactor is known as slow reactor. The minimum velocity to which the neutrons are slowed down before the fission is equal to thermal velocity which the slow neutrons may acquire in a state of thermal equilibrium with the medium. This velocity is of the order of 2150 meter per second at room temperature, which is equivalent to 1/40 electron volt of neutron energy. The neutrons associated with the energy of this order are known as thermal neutrons and the reactor as thermal reactors. With the moderator, the neutrons are slowed down. The main advantage is that the probability of reaction increases. അതായത് അപ്പോൾ സ്ലോ റിയാക്ടേഴ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് ഫിഷൻ പ്രോസസ്സിലുണ്ടാകുന്ന ന്യൂട്രോൺസിനെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അതായത് ന്യൂട്രോൺ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സ് സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. ഓക്കെ, the minimum velocity to which neutrons are slowed down before the fission is equal to thermal velocity. അപ്പോൾ തെർമൽ വെലോസിറ്റി ഇക്വലൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിലേക്കാണ് അതിൻ്റെ വെലോസിറ്റി അതിനെ മിനിമൈസ് ചെയ്യുന്നത്. അതായത് അത്രയും മിനിമത്തിലേക്ക് അത് കൊണ്ടുവരുന്നത്, മിനിമം വെലോസിറ്റി ടു വിച്ച് അത്രയും മിനിമത്തിലേക്ക് അത് കൊണ്ടുവരുള്ള തെർമൽ വെലോസിറ്റിയിലേക്ക്. പിന്നെ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് 2150 മീറ്റർ പെർ സെക്കൻഡാണ് റൂം ടെമ്പറേച്ചറിൽ. അതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ 40 ഭാഗമായിട്ട് വരും. ഓക്കെ, the main advantages of the slow reactor is that the probability of reaction increases. പ്രോബിലിറ്റി ഓഫ് റിയാക്ഷൻ അതിൽ കൂടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ബോത്ത് ദ എബോവ് നോട്ടഡ് ലിമിറ്റ്സ് ദ റിയാക്ടേഴ്സ് ആർ ടേംഡ് ആസ് ഇൻ്റർമീഡിയറ്റ് റിയാക്ടേഴ്സ്. അപ്പോൾ ന്യൂട്രോൺസിൻ്റെ സ്പീഡ് സ്ലോ അല്ല, വെരി ഹൈയോ അല്ല, അതിൻ്റെ ഇടയിലാണെങ്കിൽ അതിനാണ് ഇൻ്റർമീഡിയറ്റ് റിയാക്ടേഴ്സ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ന്യൂട്രോൺ എനർജിയുടെ ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ റിയാക്ടേഴ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചു: ഫാസ്റ്റ്, സ്ലോ, ഇൻ്റർമീഡിയറ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഫ്യൂവൽ മോഡറേറ്റർ അസംബ്ലിയാണ്. ഫ്യൂവൽ മോഡറേറ്റർ അസംബ്ലിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ അത് രണ്ട് തരത്തിലാണ്: ഹോമോജീനിയസ് റിയാക്ടേഴ്സും ഹെറ്ററോജീനിയസ് റിയാക്ടേഴ്സും. പിന്നെ ഹോമോജീനിയസ് റിയാക്ടേഴ്സിൽ ഫ്യൂവൽ ആൻഡ് മോഡറേറ്റർ ആർ മിക്സ്ഡ് ടു ഫോം എ ഹോമോജീനിയസ് മെറ്റീരിയൽ. For example, uranium fuel salt forms a homogeneous solution in water.
which is a moderator, or fine particles of uranium and carbon give a mechanical mixture. അപ്പോൾ മോഡറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഫാസ്റ്റ് ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡറേറ്ററും, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുറേനിയാണ് ഫ്യൂവൽ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് മോഡറേറ്റായിട്ട് ഉപയോഗിക്കുന്നത് വേറെ മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മിക്സ്ചറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, ഹോമോജീനിയസ് മിക്സ്ചറായിട്ട് ഉപയോഗിക്കുമെങ്കിൽ അത്തരം റിയാക്ടേഴ്സിനാണ് നമ്മൾ ഹോമോജീനിയസ് റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് യുറേനിയം ഫ്യൂവൽ സോൾട്ട് ഫോംസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ വാട്ടർ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ യുറേനിയം ഫ്യൂവൽ സോൾട്ട് രണ്ടും കൂടെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനി ഹെട്രോജീനിയസ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് റോഡ്സ്, പ്ലേറ്റ്സ് ഓർ വയേഴ്സ് എക്സെട്ര ആൻഡ് ദ മോഡറേറ്റർ സറൗണ്ട്സ് ഈച്ച് ഫ്യൂവൽ എലമെൻറ്റ് ഇൻ ദ റിയാക്ടർ കോർ. അപ്പോൾ ഹെട്രോജീനിയസിലാണെങ്കിൽ ഫ്യൂവൽ റോഡ്സായിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഓർ വയേഴ്സായിട്ടൊക്കെ ഉപയോഗിക്കാം. മോഡറേറ്റർ അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹെട്രോജീനിയസ് ആയിരിക്കും എന്ന് വെച്ചാൽ രണ്ടും ആയിട്ട് തന്നെ നിൽക്കുന്ന പോലെ. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരു മെക്കാനിക്കൽ മിക്സ്ചറായിട്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരു കമ്പൈൻഡ് ഫോമിലാണ് ഉപയോഗിക്കുക. അതാണ് ഹോമോജീനിയസ് റിയാക്ടർ എന്ന് പറയുന്നത്. ഇനി തേർഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫ്യൂവൽ സ്റ്റേറ്റാണ്. ഈ ഫ്യൂവൽ ഏത് സ്റ്റേറ്റിലാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് റിയാക്ടേഴ്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. എന്ന് വെച്ചാൽ സോളിഡ് ടൈപ്പ്, ലിക്വിഡ് ടൈപ്പ് ആൻഡ് ഗ്യാസ് ടൈപ്പ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂവൽ സോളിഡായിട്ടോ ലിക്വിഡായിട്ടോ ഗ്യാസായിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അതിനനുസരിച്ചിട്ട് റിയാക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദ ലിക്വിഡ് മെറ്റൽ now based on fuel material they are classified, reactors are classified. The fuel material naturally used are natural uranium-235, enriched uranium with more than 0.71 of uranium-235, plutonium-239, 241 and 233, uranium-233 which is man-made. Okay, so considering the necessary requirement of fission processes and its availability, economically the fuels used in reactors are uranium, plutonium and thorium. Uranium-235 is easily available in natural uranium and its content increases up to 90% in enriched uranium. അപ്പോൾ ഈ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇതുപോലെ ഏത് ഫ്യൂവലാണോ യൂസ് ചെയ്യുന്നത്, അതായത് ഫ്യൂവൽ മെറ്റീരിയൽ യുറേനിയാണോ പ്ലൂട്ടോണിയാണോ അതോ യുറേനിയത്തിൽ തന്നെ 233 ആണോ 235 ആണോ എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഓരോ റിയാക്ടേഴ്സിനും ഒരു പെർട്ടിക്കുലർ ഫ്യൂവലായിരിക്കും മെറ്റീരിയലായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡറേറ്റർ. സോ മോഡറേറ്റർ അനുസരിച്ചിട്ടും ഈ റിയാക്ടേഴ്സ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മോഡറേറ്ററായിട്ട് ചിലതിൽ വാട്ടർ ഉപയോഗിക്കും, H2O, ചിലതിൽ ഹെവി വാട്ടർ ഉപയോഗിക്കും. അപ്പോൾ ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം, ഗ്രാഫൈറ്റ് ഉപയോഗിക്കും, ബെർലിയം ഓക്സൈഡ് ഹൈഡ്രോ കാർബൺസ് ഉപയോഗിക്കും. അങ്ങനെ ഇത് മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യണം. അതായത് അതിൻ്റെ കൈനറ്റിക് എനർജി, പാർട്ട് ഓഫ് ദെയർ കൈനറ്റിക് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദീസ് മോഡറേറ്റേഴ്സ് ആൻഡ് ദേ കൺട്രോൾ ദ ന്യൂട്രോൺ സ്പീഡ്. അതാണ് മോഡറേറ്റേഴ്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. The neutron collide directly with the moderator and thus slowed down. No ideal moderator is available in nature or has been produced artificially. The lightweight nuclear materials are not suited at all as a moderator because they do not possess the property of absorption of neutrons. അപ്പോൾ ലൈറ്റ് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് മോഡറേറ്റേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതൊന്നും ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസാണ്. അതുകൊണ്ട് ഓക്കെ. ഇനി അപ്പോൾ ലൈറ്റ് വാട്ടർ, ഹെവി വാട്ടറും ഗ്രാഫൈറ്റൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദ
റിയാക്ടേഴ്സ്. അതായത് എന്താണ് ഈ റിയാക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റിയാക്ടേഴ്സ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് റിസർച്ച് റിയാക്ടേഴ്സ്, പവർ റിയാക്ടേഴ്സ്, ബ്രീഡ് റിയാക്ടേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ റിയാക്ടേഴ്സ്. റിസർച്ച് റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ റിസർച്ച് ഫീച്ചേഴ്സ് ടു പ്രൊഡ്യൂസ് ന്യൂട്രോൺസ്. പവർ റിയാക്ടേഴ്സ് ആണ് പവർ റിയാക്ടർ ടു പ്രൊഡ്യൂസ് ഹീറ്റ്. ബ്രീഡ് റിയാക്ടേഴ്സ് ആണ് ബ്രീഡ് റിയാക്ടേഴ്സ് ടു പ്രൊഡ്യൂസ് ഫിഷനബിൾ മെറ്റീരിയൽ, മോർ ഫിഷനബിൾ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളത്. പ്രൊഡക്ഷൻ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് ഐസോട്ടോപ്സ്. അപ്പോൾ അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് ഓരോന്നും എന്താണ് ബ്രീഫായിട്ട് നോക്കാം. ഇപ്പോൾ റിസർച്ച് റിയാക്ടേഴ്സ്, these are designed to produce the high neutron flux for research work, and these neutrons are used to determine the neutron properties of interaction with the nuclei and the effect of bombardment of neutrons on the materials. The reactors are operated at a high neutron flux and low power level, otherwise the cooling will be a problem. The unit is cooled constantly during operation. The byproduct are heat and the fission products which are removed during operation. അപ്പോൾ റിസർച്ച് റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എന്താണ് ഹൈ ന്യൂട്രോൺ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈ ന്യൂട്രോൺ ഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂട്രോൺസ് പെർ യൂണിറ്റ് മാസ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഏരിയ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതായത് അത്രയും മോർ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തരത്തിലാണ് എന്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റിസർച്ച് റിയാക്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ന്യൂട്രോൺസ് പിന്നെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ന്യൂട്രോൺസിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനായിട്ട്. വെൻ ദേ ഇൻട്രാക്ട് വിത്ത് അതർ ന്യൂക്ലിയൈ ഓർ ദെയർ ഇഫക്റ്റ് ഓഫ് ബോംബാർഡ്മെൻറ്റ് വിത്ത് അതർ മെറ്റീരിയൽസ് എക്സെട്ര. അത്തരം റിസർച്ച് വർക്കുകൾക്കൊക്കെയാണ് ഈ റിസർച്ച് റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ ന്യൂട്രോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ് ഉപയോഗിക്കുന്നത്. ഇത് എന്താ പറയുക, വെരി ഹൈ ന്യൂട്രോൺ ഫ്ലക്സിലാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അപ്പോൾ ഇത്തരം റിയാക്ടേഴ്സ് എപ്പോഴും കൂൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊരു പ്രശ്നമായിരിക്കും. കാരണം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റാണ്. അതുപോലെ ഫിഷൻ്റെ പ്രൊഡക്ട്സുമാണ്. ഫിഷൻ വഴി ഉണ്ടാകുന്ന ന്യൂക്ലിയകളാണ്. അപ്പോൾ ഇത് ഓൺഗോയിങ് പ്രോസസ്സിൽ ഇത് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റിസർച്ച് റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി പവർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹീറ്റ് ഫോം വിച്ച് ഈസ് ക്യാരിഡ് അവേ ടു ഹീറ്റ് എക്സ്ചേഞ്ചർ ബൈ സർക്കുലേറ്റിംഗ് ദ കൂളന്റ് ത്രൂ ദ റിയാക്ടർ ആൻഡ് heat exchanger. In heat exchanger, the coolant converts the water into steam to run the turbine, and the byproduct are fission products, neutrons and other radiation particles. These reactors are useful to produce huge amount of power and are widely used in power plant station. In such reactors, consumption is very low. അപ്പോൾ നമുക്കറിയാം, പൊതുവേ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ എന്തുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഹീറ്റ് എന്നെ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി, അതല്ലെങ്കിൽ ബൈ സർക്കുലേറ്റിംഗ് കൂളൻ്റ്, അതായത് ഏതെങ്കിലും കൂളൻ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ ഹീറ്റിനെ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഈ എന്താണ് ഉണ്ടാകുന്നത്, ഈ കൂളൻ്റ് വാട്ടറിനെ സ്റ്റീമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിനെ സ്റ്റീമാക്കിയിട്ട് മാറ്റും. ഈ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ ടർബൈനെ കറക്കിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, പവർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പവർ റിയാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് പവർ നമുക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ബ്രീഡർ. breeder reactors. A breeder reactor converts fertile material into fissionable materials such as uranium-238, thorium-232 and
to plutonium-239 and uranium-233 respectively besides the power production. It is worth noting that the amount of fissionable material produced is more than its consumption of fissionable material. Byproducts are the same as those of power reactors. Breeder reactors എന്ന് പറയുന്നത് ഫെർട്ടൈൽ മെറ്റീരിയൽസിനെല്ലാം ഫിഷനബിൾ മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ടേഴ്സാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുറേനിയം-38, തോറിയം-232 ഇപ്പോൾ ഫിഷനബിൾ ആയിട്ടുള്ള പ്ലൂട്ടോണിയം-239 അല്ലെങ്കിൽ യുറേനിയം-233 ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ടേഴ്സ്. അത് റിയാക്ടേഴ്സിന് ഇപ്പോൾ ബൈ പ്രൊഡക്റ്റായിട്ട് എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ഇതുപോലെ ഫിഷനബിൾ മെറ്റീരിയൽസും ഉണ്ടാവും എല്ലാ റിയാക്ടേഴ്സിലും പോലെ. ഈ പ്രൊഡക്ഷൻ റിയാക്ടേഴ്സ് അതിലെന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് സച്ച് റിയാക്ടേഴ്സ് ഈസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് ആസ് സോഴ്സസ് ഓഫ് റേഡിയേഷൻ ആൻഡ് ട്രേസസ് ഇൻ റിസർച്ച് ഇൻ ഓൾ ഏരിയാസ് ഓഫ് സയൻസ്. ബൈ പ്രൊഡക്ട്സ് ആർ ദ സെയിം ആസ് ദോസ് ഓഫ് പവർ റിയാക്ടേഴ്സ്. അപ്പോൾ പ്രൊഡക്ഷൻ റിയാക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസാണ്. അതെന്ന് പറയുന്നത് റേഡിയേഷൻ സോഴ്സസാണ്. അത് റിസർച്ച് പർപ്പസിനെല്ലാം ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഔട്ട്പുട്ട് എന്താണ് റിയാക്ടറിൻ്റെ എന്നനുസരിച്ചിട്ട് റിയാക്ടേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്തത് കൂളൻ്റ്. ഉപയോഗിക്കുന്ന കൂളൻറ്റിനനുസരിച്ചിട്ട് റിയാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ എയർ, കാർബൺ ഓർ ഹീലിയം കൂൾഡ് റിയാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ എന്ന് വെച്ചാൽ അവയെല്ലാം കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. അതുപോലെ വാട്ടർ ഓർ അതർ ലിക്വിഡ് കൂൾഡ് റിയാക്ടേഴ്സ് വെച്ചാൽ വാട്ടർ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലിക്വിഡ് മെറ്റൽ കൂൾഡ് റിയാക്ടേഴ്സ്. അപ്പോൾ ഇൻ ഗ്യാസ് കൂൾഡ് റിയാക്ടേഴ്സ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് required to extract the heat is too much and therefore these reactors are expensive. Gases have poor heat carrying capacity. Carbon dioxide and helium have been used in the early reactors. Mostly water is used as coolant. ഇപ്പോൾ ഗ്യാസ് കൂൾഡ് റിയാക്ടേഴ്സിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് വെച്ചാൽ ഹീറ്റിന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം റിയാക്ടേഴ്സ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ഗ്യാസസിനാണെങ്കിൽ പുവർ ഹീറ്റ് ക്യാരിങ് കപ്പാസിറ്റി ആണുള്ളത്, അതുകൊണ്ടാണ് എമൗണ്ട് കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹീലിയം ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഏർലി റിയാക്ടേഴ്സ്. മോസ്റ്റ്ലി വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളൻ്റ്. പൊതുവേ വാട്ടറാണ് കൂളൻ്റായിട്ട് ഉപയോഗിക്കാറ്. Liquid metal cooled reactors are also suitable as the metal is having high boiled point and low stream pressure. These are power reactors. അപ്പോൾ ലിക്വിഡ് മെറ്റൽ കൂൾഡ് റിയാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അവ ഹൈ ബോയിലിംഗ് പോയിൻറ്റിൽ ലോ സ്ട്രീം പ്രഷർ ആയിരിക്കും അവയ്ക്ക്. അത്തരം റിയാക്ടേഴ്സിന് ഇപ്പോൾ അത്തരം റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് പവർ റിയാക്ടേഴ്സ് എന്ന് വെച്ചാൽ പവർ റിയാക്ടേഴ്സിലായിരിക്കും കൂടുതലത് യൂസ് ചെയ്യുന്നത്. ഇനി എട്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് കോർ. എന്നുവെച്ചാൽ അതിൻ്റെ കോർ സ്ട്രക്ചർ എങ്ങനെയാണെന്നനുസരിച്ചിട്ട് ഇപ്പോൾ ചിലത് ക്യൂബിക്കലായിരിക്കാം കോർ സ്ട്രക്ചർ, ചിലപ്പോൾ സിലിണ്ടറിക്കലായിരിക്കാം, ചിലപ്പോൾ ഒക്ടാഗണലായിരിക്കാം, അല്ലെങ്കിൽ സ്പെറിക്കലാവാം, സ്ലാബ് ടൈപ്പ് ആവാം, ആനലസ് പോലെ ആയിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ കോർ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഇത് റിയാക്ടേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ 6 തരത്തിൽ. ഓക്കെ, ദ പ്രോപ്പർ ഷേപ്പ് ടു ദ കോർ ഈസ് ഗിവൻ ഓൺ പ്രാക്ടിക്കൽ കൺസിഡറേഷൻ ആൻഡ് ക്യാൻ ഹാവ് ക്യൂബിക്കൽ, സിലിണ്ടറിക്കൽ ഓർ റിംഗ് ടൈപ്പ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 8 തരം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദെയർ ഫിഷൻ ന്യൂട്രോൺ എനർജീസ്, പിന്നെ അതുപോലെ ഫ്യൂൽ മെറ്റീരിയൽ, അതുപോലെ ഫ്യൂവലിൻ്റെ ഫ്യൂവൽ മോഡറേറ്റർ മിക്സ്ചർ, ഫ്യൂവലിൻ്റെ സ്റ്റേറ്റ്, പിന്നെ അതുപോലെ അതിൻ്റെ പ്രോഡക്റ്റ് ഔട്ട്പുട്ട്, മോഡറേറ്ററിൻ്റെ സ്വഭാവം, കൂളൻറ്റിൻ്റെ സ്വഭാവം, അങ്ങനെ പലതരത്തിൽ 8 തരത്തിൽ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്ത് കണ്ടു. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇപ്പോൾ ന്യൂക്ലിയർ
ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡെഫിനേഷനുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതും കൂടിയാണ് നമുക്കിപ്പോൾ ഈ യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതോടുകൂടി ഈ യൂണിറ്റ് കഴിയും. അപ്പോൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. സം ഓഫ് ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂക്ലിയർ power plants are a nuclear power plant needs less space as compared to other conventional power plant of equal size. എന്നുവെച്ചാൽ മറ്റ് കൺവെൻഷണൽ പവർ പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് സ്പേസ് മതി ഒക്യുപ്പൈ ചെയ്യാൻ. അതൊരു ഒരു അഡ്വാൻറ്റേജാണ്. The second one is nuclear power plants are well suited to meet large power demands. They give better performance at high load factors, approximately 80 to 90%. അപ്പോൾ അതായത് നമ്മുടെ ഒരുപാട് എന്ന് വെച്ചാൽ വലിയ പവർ ഡിമാൻഡ്, ഒരുപാട് പവർ ആവശ്യമുള്ള സിറ്റുവേഷൻസ് എല്ലാം ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സുകൾ വലിയ ഉപകാരമാണ്. എന്ന് വെച്ചാൽ മറ്റ് സോഴ്സുകളേക്കാൾ ബെറ്റർ പെർഫോമൻസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ അത്രയും ഔട്ട്പുട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ആൻഡ് ദ തേർഡ് വൺ ഈസ് സിൻസ് ദ ഫ്യൂവൽ കൺസംഷൻ ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു കൺവെൻഷണൽ ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ്സ്, ദെർഫോർ ദർ ഇസ് എ സേവിങ് ഇൻ കോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ. എന്ന് വെച്ചാൽ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്നുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കൺസ്യൂം ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട്, ഏതിനേക്കാളും സാധാരണ കൺവെൻഷണൽ ടൈപ്പിലുള്ള പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഫ്യൂവൽ കൺസംഷൻ വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ അത്രയും കുറച്ച് ഫ്യൂവലല്ലേ വേണ്ട. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്കണോമി ഉണ്ടായി അതിനകത്ത്. The nuclear power plants, besides producing large amount of power, produce valuable fissile material which is produced when the fuel is renewed. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല, കൂടുതൽ ഫിസിബിൾ മെറ്റീരിയൽ ഇതിനകത്ത് അല്ലെങ്കിൽ ഫിഷനബിൾ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കുകയും ചെയ്യും. വിച്ച് ക്യാൻ അഗെയിൻ ബി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഓർ നമ്മളെന്താണ് ഫ്യൂവൽ റിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്ന പോലെയാണ്. അതെന്ന് വെച്ചാൽ കൂടുതൽ ഫിഷനബിൾ മെറ്റീരിയൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതർ ദാൻ പവർ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ദ ഓപ്പറേഷൻ ഓഫ് എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് മോർ റിലയബിൾ. കുറേയും കൂടെ പറഞ്ഞ പോലെ വിശ്വസനീയമാണെന്നൊക്കെ പറയില്ല. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എനർജി സോഴ്സാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നുള്ള എനർജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ്. എന്ന് വെച്ചാൽ മോശം കാലാവസ്ഥയൊന്നും ഇതിൻ്റെ എനർജി പ്രൊഡക്ഷനെ തടസ്സം നിൽക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സോളാർ എനർജിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മഴക്കാലത്തൊന്നും നമുക്ക് ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഓഷ്യൻ എന്നുള്ള എനർജി, വേവ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അത് നമുക്ക് ഭയങ്കര സ്റ്റോം അല്ലെങ്കിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കടൽക്ഷോഭമുള്ള സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള സോഴ്സ് എന്നുള്ള എനർജിയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ വരുമ്പോഴൊന്നും ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെ എനർജി പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യില്ല. ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് ബിഗർ കപ്പാസിറ്റി ഓഫ് ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് എൻ അഡീഷണൽ അഡ്വാൻറ്റേജ്. വെച്ചാൽ ബിഗർ കപ്പാസിറ്റി കൂടുതലായിരിക്കും മറ്റ് പവർ പ്ലാന്റുകളെ അപേക്ഷിച്ച്. എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് പവർ പ്രൊഡക്ഷൻ ഉണ്ട്, ഫ്യൂൽ കൺസപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു അതർ കൺവെൻഷണൽ എനർജി or power plants. The expenditure on metal structures, piping, storage mechanisms is much lower for nuclear power plant than the coal burning power plant. ഇപ്പോൾ കൽക്കരി പവർ പ്ലാന്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോറേജ് മെക്കാനിസം ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻഡിച്ചർ കുറവുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഈസ് ഓൾവേസ് ഹൈ. പവർ സ്റ്റേഷൻ അതായത് ഇപ്പോൾ എൻ്റെ തുടക്കത്തിലെ
ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലെ പവർ സ്റ്റേഷൻ്റെ ഒരു ക്യാപിറ്റൽ, ഇപ്പോൾ നമ്മൾ പറയും മൂലധനം എന്നൊക്കെ പറയില്ല, എന്ന് വെച്ചാൽ മുതൽ മുടക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ദ ഡേഞ്ചർ ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഓൾവേസ് പെർസിസ്റ്റ് ഇൻ ദ ന്യൂക്ലിയർ സ്റ്റേഷൻസ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സാണ് നടക്കുന്നത് വെച്ചാൽ ന്യൂക്ലിയർ ഫിഷനാണല്ലോ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു അപകടം എപ്പോഴും ഇതിനകത്തുണ്ട്, അങ്ങനെ റിസ്ക് ഫാക്ടർ അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നുണ്ട് റേഡിയോ ആക്ടിവിറ്റി കൊണ്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് അങ്ങനൊരു ഭയം ഉണ്ട്, അതിനകത്ത് റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ പലയിടത്തും കേട്ടിട്ടില്ലേ, ആണവ നിലയങ്ങളിൽ നിന്ന് എന്താ പറയുക ദോഷകരമായിട്ടുള്ളത്. അപ്പോൾ ചെർണോബിലൊക്കെ ദുരന്തം നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഡിക്കെ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരം അപകടങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും നമ്മളത്തരം പവർ പ്ലാന്റുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ തേർഡ് disadvantage is these plants cannot be operated at varying load efficiently. And fourth one is ലോഡ് വേരിയേഷൻ അനുസരിച്ചിട്ട് ഇത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഫോർത്ത് വൺ ഇസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഓൾവേസ് ഹൈ. അപ്പോൾ അതായത് ഇതിൻ്റെ ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഹൈ സാലറീസ് ഓഫ് ദ ട്രെയിൻഡ് പേഴ്സണൽ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ, അതുകൊണ്ടാണ് എന്ത് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇതിനകത്തില്ല. എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ഇതിൻ്റെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇതിനകത്തില്ല. പിന്നെ ട്രെയിൻഡ് പേഴ്സണിൻ്റെ അഭാവം കൊണ്ടും ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ഡിസ്പോസൽ ഓഫ് ഫിഷൻ പ്രോഡക്ട്സ് ഇസ് എ ബിഗ് പ്രോബ്ലം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് നമുക്ക് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നൊരു സംഭവമാണ്. And the final one is working conditions in nuclear power station are always detrimental to the health of the workers. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണല്ലോ ഇതിനകത്ത്. അപ്പോൾ അതിലുള്ള വർക്കേഴ്സിന് ഒരു ഹെൽത്തിന് എപ്പോഴും ദോഷകരമായിട്ടാണുള്ളത്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.